അപ്പൊ മിയ നമ്മുടെ ഫാമിലി റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്, ഗംഭീര പെർഫോമൻസ് കണ്ടിരിക്കുകയാണ്. ഇനി മിയയ്ക്ക് ഒരു ആഗ്രഹമില്ലേ, അതായത് ഈ രണ്ട് ഫാമിലീസ് തമ്മിലുള്ള ഒരു അംഗം, ആ ഒരു മത്സരം ഒന്ന് കാണണം എന്നൊരു ആഗ്രഹമില്ലേ? ഉണ്ട്. അതിനുവേണ്ടി നമ്മളൊരു റൗണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 1 to 1. ഓക്കേ, അപ്പൊ രണ്ട് ഗ്രൂപ്പിലെയും ഓരോ സിംഗിൾ പേഴ്സൺ ആയിരിക്കും. അത് തന്നെ, രണ്ട് ഗ്രൂപ്പിൽ നമ്മൾ ഓരോരുത്തരെ വിളിക്കും, എന്നിട്ട് അവര് തമ്മിലാണ് മത്സരിക്കുക. ബാക്കി എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യാനിരിക്കും. അപ്പൊ പക്ഷെ നമ്മളായിട്ട് തീരുമാനിക്കുന്നില്ല, നമുക്ക് ടീം ക്യാപ്റ്റൻസിനോട് തന്നെ ചോദിക്കാം. ഓരോ ടീമിൽ നിന്ന് ആരാണ് മത്സരിക്കാൻ വരുന്നത്, അവർ രണ്ടുപേരും ഇവിടെ വരുന്നു, ഒരുമിച്ച് പെർഫോം ചെയ്യുന്നു. അതാണ് 1 to 1 റൗണ്ട്. അപ്പൊ നമുക്ക് രാജപ്പൻ ചേട്ടന്റെ ടീമിൽ നിന്ന് ആരാണ് മത്സരിക്കാൻ വരുന്നത്? എന്റെ ടീമിൽ നിന്ന് ശ്രീകാന്ത് ആണ് മത്സരിക്കാൻ വരുന്നത്. സൂപ്പർ. ഇനി ചന്ദ്രിക ചേച്ചി, ആരാണ് വരാൻ പോകുന്നത്? രാഹുലിനെയാണ് ആ അമ്മയ്ക്ക് വിശ്വാസം, അതുകൊണ്ട് രാഹുലിനെ വിട്ടു. അപ്പോ രാഹുലും ശ്രീകാന്തും തമ്മിലുള്ള ആ ഒരു വാശിയേറിയ മത്സരമാണ് നമ്മൾ 1 to 1 റൗണ്ടിൽ കാണാൻ പോകുന്നത്. റെഡിയല്ലേ? യെസ്. റെഡിയല്ലേ? റെഡി. പാണ്ഡൻ നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടിവനൊരു കടിയാലൊരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേ. പണ്ടിവനൊരു കടിയാലൊരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേ. കുട്ടനാടൻ കായലിലെ കെട്ടുവള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി. അന്തിക്കൂടം കമഴ്ത്തി ഞാൻ ഇളങ്കള്ളു കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. പുള്ളിക്കുയിലേ പുഞ്ചക്കിനി വെള്ളം തേവണം. കള്ളിക്കുയിലേ അഞ്ചത്തിനു മീനും പിടിക്കണം. വേമ്പനാട്ടുകായൽ തിരകൾ വിളിക്കുന്നു തകതിമി വിമൃതൈ. അമ്പിളിച്ചുണ്ടൻ വള്ളം തുടിക്കുന്നു തകതിമിതി മൃദൈ. കുട്ടനാടൻ കായലിലെ കെട്ടുവള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി. അന്തിക്കൂടം കമഴ്ത്തി ഞാൻ ഇളങ്കള്ളു കുടിക്കുമ്പം പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. തീര 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 ചെറുതീര തുള്ളും, തീര 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 മറുതീര തുള്ളും, ചെറുകരയോളം മറുകരയോളം. തീര 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 ചെറുതീര തുള്ളും, തീര 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 മറുതീര തുള്ളും, ചെറുകരയോളം മറുകരയോളം. ഒരു തീര തീര ഇരുതീര, തീര ചെറുതീര തീര മറുതീര. തിരക്കരയോട് തീരമെല്ലെ കടലിന്റെ കഥ ചൊല്ലി, തീരയോട് കരമെല്ലെ മലയുടെ കഥ ചൊല്ലി. അതു പിന്നെ മലയോട് പുഴയുടെ കഥ ചൊല്ലി, അതു പിന്നെ മുകിലോട് മഴയുടെ കഥ ചൊല്ലി. കടങ്കഥകൾ പഴങ്കഥകൾ അവയുടെ ചിറകുരുമി പദം പറഞ്ഞിനി പറന്നുയരാ. കുട്ടനാടൻ കായലിലെ കെട്ടുവള്ളം തുഴയുമ്പോൾ പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി. അന്തിക്കൂടം കമഴ്ത്തി ഞാൻ നീളം കള്ളു കുടിക്കുമ്പോൾ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. അലകടലല അലയിളകുമ്പോൾ നുരപദ നുര നുര ചിതറുമ്പോൾ എന്തൊരു മോഹം എന്തൊരു ചന്തം. അലകടലല അലയിളകുമ്പോൾ നുരപദ നുര നുര ചിതറുമ്പോൾ എന്തൊരു മോഹം എന്തൊരു ചന്തം. തിരവിരൽ തൊട്ടു മണൽ തരി അതിലൊരു നുരാ ചെറുപദ നുര. നുരക്കരയിലെ മണലിനു കടലൊരു കുറി ചൊല്ലി, കുറിമാനമെടുത്തൊരു തെന്നലിനു കര നൽകി. തെന്നലതു പറ പറ നഗലത്തെ മുളയുടെ കരളിന്റെ കരളിലെ കനവിന് കടം നൽകി. മുളപാടി കാറ്റാടി കടലിന്റെ കരയെല്ലാം കാടറിഞ്ഞേ നാടറിഞ്ഞേ.
കുട്ടനാടൻ കായലിലെ കെട്ടുവള്ളം തുഴയുമ്പോൾ പാട്ടൊന്നു പാടടി കക്കക്കറുമ്പി. അന്തിക്കൂടം കമട്ടി ഞാൻ ഇളം കള്ളു കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. പുള്ളിക്കുയിലേ പുഞ്ചക്കിനി വെള്ളം തേവണം. കള്ളിക്കുയിലേ ദഞ്ചത്തിനു മീനും പിടിക്കണം. വേമ്പനാട്ടു കായൽ തിരകൾ വിളിക്കുന്നു തകതിമി തിമൃതൈ. അമ്പിളിച്ചുണ്ടൻ വള്ളം തുടിക്കുന്നു തകതിമി തിമൃതൈ. കുട്ടനാടൻ കായലിലെ കെട്ടുവള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി. അന്തിക്കൂടം കമട്ടി ഞാൻ ഇളങ്കള്ളു കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. കുട്ടനാടൻ കായലിലെ കെട്ടുവള്ളം തുഴയുമ്പോൾ പാട്ടൊന്നു പാടടി കക്കക്കറുമ്പി. അന്തിക്കൂടം കമട്ടി ഞാൻ ഇളങ്കള്ളു കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. ടീം ഹൈ റേഞ്ച് ബ്രദേഴ്സ് ആൻഡ് ടീം അടിമാലി ബ്രദേഴ്സ് തകർത്തു. മിയ പറ എന്താ പറയാനുള്ളത്? ഈ ഒരു 1 to 1 എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിന് പറ്റിയ പാട്ട് ആരാണ് ഈ പാട്ട് സെലക്ട് ചെയ്തത്? പാട്ട് സെലക്ട് ചെയ്ത് രാഹുല്. അല്ല, ശ്രീകാന്തൻ സത്യം പറ. രാഹുല് സത്യത്തിൽ പാട്ട് സെലക്ട് ചെയ്ത് രാജേഷ് ഭായ്. അത് പറ അതാണ് അങ്ങനെ സത്യം മാത്രമേ ഇവിടെ പറയാൻ പാടുള്ളൂ. നൈസ് നൈസ്. എന്തായാലും കറക്റ്റ് ചോയ്സ് ആയിരുന്നു കേട്ടോ പാട്ട്. അത് നന്നായിട്ട് പാടുകയും ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു. തുടങ്ങിയപ്പോ പോലെ തീരുന്നോട് വരെ ഞങ്ങൾ ഇങ്ങനെ കൈയൊക്കെ അടിച്ച് ഇങ്ങനെ വൈബ് ചെയ്തിരിക്കുകയായിരുന്നു. നിങ്ങളുടെ അതായത് പാട്ടും രസം അതുപോലെ നിങ്ങള് ചെറുതായിട്ട് കൊടുക്കുന്ന എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള. അതെ തന്നെ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്തു. സ്പെഷ്യലി ഇതാ ഇവിടെയൊക്കെ ഫ്രണ്ടിലേക്ക് ഒക്കെ വന്ന് നിങ്ങൾ പാടിയപ്പോഴേക്കും നമുക്കിങ്ങനെ ആ ഒരു ഫ്രണ്ട്ഷിപ്പും നിങ്ങളുടെ ഒരു സ്നേഹവും ഒക്കെ കാണാൻ പറ്റി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ. അത് വളരെ ഗംഭീരം. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, അപ്പം നമ്മുടെ സൂപ്പർ ഫാമിലിയിലെ സൂപ്പർ മത്സരാർത്ഥികളുടെ മത്സരം കണ്ട് നമ്മളെല്ലാവരും ഇങ്ങനെ മതിമറന്ന് സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പ്രേക്ഷകർക്കും അതേ ഒരു സന്തോഷം കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് മിയയോട് ചോദിക്കാം. മിയ, എന്ത് തോന്നുന്നു? നമ്മുടെ രണ്ടുപേരും എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ആദ്യമേ തന്നെ സന്തോഷം തോന്നുകയാണ്. നല്ല കട്ടക്ക് നിൽക്കുന്ന 2 ടീംസ് ആണ് നമുക്ക് ആദ്യമത്തെ എപ്പിസോഡിൽ തന്നെ വന്നത് അല്ലേ? ഒന്നുകൊണ്ട് ഒരു കുറവും പറയാനില്ല. അവരുടെ ഫാമിലിയുടെ ഒരു സ്നേഹവും ബോണ്ടും കോപ്പറേഷനും എല്ലാം നമുക്ക് ഈ ഒരു 2 പെർഫോമൻസ് നിന്ന് കാണാൻ പറ്റി. അത് നിങ്ങളെല്ലാവരും ഈക്വലി ടാലന്റഡ് ആണ് എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. എന്താ പറയുക, ആ ഒരു കോപ്പറേഷനും ബോണ്ടും എല്ലാം ഇവിടെ ഓൾറെഡി ഈ ഇന്നത്തെ ഈ ഫസ്റ്റ് പെർഫോമൻസിൽ തന്നെ കാണിച്ചു തന്നു. ഞാനിപ്പം എന്താ പറയുന്നേ, കൺഫ്യൂഷൻ. അതെ, എനിക്ക് ജഡ്ജ് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല. ഈക്വൽ ആണ്, രണ്ടുപേർ തുല്യമായിട്ടാണ്. നീയുടെ സങ്കടം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാലും വേണമെങ്കിൽ ഞാൻ ഒരു 10 മിനിറ്റ് ഒന്നുകൂടെ തരാം. ഒന്നും കൂടെ ഒന്നൊന്ന് ആലോചിച്ചോളൂ. നമുക്ക് എന്തായാലും 2 ടീം മെമ്പേഴ്സിനെയും വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. അപ്പോൾ ടീം ഹൈ റേഞ്ച് ബ്രദേഴ്സ് ആൻഡ് ടീം അടിമാലി ബ്രദേഴ്സ്, പ്ലീസ്. ഓക്കെ, സോ നമ്മുടെ ടീം മെമ്പേഴ്സ് എത്തിയിട്ടുണ്ട്. ഇനി മിയ, നമുക്ക് ഇതിൽ നിന്ന് ഒരു ടീമിനെയാണ് നമ്മുടെ സൂപ്പർ ഫാമിലിയുടെ അടുത്ത ഒരു സ്റ്റേജിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നത്. അപ്പൊ അത് ഇവരിൽ നിന്ന് ആരാണ് എന്നുള്ളതാണ്. രണ്ടുപേരും ഈക്വലി നന്നായിട്ട് പെർഫോം ചെയ്തു. അതുകൊണ്ട് ചിലപ്പോൾ ഒരു ചെറിയൊരു പോയിന്റിന് എന്തെങ്കിലും വ്യത്യാസം, ലൈക്ക് ഒരു ഓവറോൾ പെർഫോമൻസ് നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി റൗണ്ടിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് അങ്ങനെ സംഭവിക്കുമല്ലോ, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. കാരണം അല്ലാണ്ട് നിങ്ങൾ നന്നായിട്ട് ചെയ്തു. അപ്പം അങ്ങനെ ചെറിയ എന്തെങ്കിലും ഒരു മിസ്റ്റേക്കിന്റെ പേരിലായിരിക്കും നീ ആ ഒരു തീരുമാനം എടുത്തിരിക്കുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവര് 2 ഫാമിലീസും ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ഇവരുടെ പെർഫോമൻസ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ തലയിലോട്ട് ഇങ്ങനെ വിഷ്വൽസ് എല്ലാം ഇങ്ങനെ ഓർമ്മ വരിക. തെയ്യവും ദിഗംബരനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓർമ്മ വരുന്ന. ഇപ്പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്കും കുട്ടി മുരുകനും വള്ളിയും ഒരു പാട്ടും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മനസ്സിലിട്ട് ഞാൻ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിത് ഭയങ്കര എന്താ പറയുന്നത്, ഡിഫിക്കൽട്ടാണ്. ഇത് നിങ്ങൾ 2 ഫാമിലിയിൽ നിന്ന് ചൂസ് ചെയ്യുക എന്നുള്ളത് വെരി വെരി ഡിഫിക്കൽട്ട്. എന്തായാലും മിയ, നമുക്ക് സ്റ്റേജിലേക്ക് വരൂ. എന്നിട്ട് നമുക്ക് ഇവരോട് എന്താണെങ്കിലും, നമ്മളൊരു സൂപ്പർ ഫാമിലി ആണല്ലോ, അപ്പം ഇവരോട് ഇവിടെ നിന്ന് നമുക്ക് റിസൾട്ട് പറയാം, ടാറ്റ ബൈ ബൈ പറയാം. അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം. സോ മിയ, വരൂ.
ഓക്കെ. അപ്പൊ അങ്ങനെ ഞാൻ മിയെ നിങ്ങളുടെ ജഡ്ജിനെ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഡീപ്പായിട്ട് നോക്കി ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. അത് നമുക്ക് അച്ഛനോട് ചോദിച്ചാലോ? അച്ഛന് എന്താ പറയാനുള്ളത്? വന്ന് പെർഫോം ചെയ്തത് സന്തോഷമായി എന്ന് പറഞ്ഞു. അപ്പം ഇനി ഈ ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യുന്നു, അടുത്തയാളെ, അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിനെ കുറിച്ചും അല്ലെങ്കിൽ ഒരു ഷോ മുന്നോട്ട് പോകാൻ അത് ആവശ്യമാണെന്നൊക്കെ അച്ഛന് തോന്നുന്നുണ്ടോ? മത്സരമാണല്ലോ. അതെ. അപ്പോൾ അത് ജഡ്ജസ് എന്ന് പറയുന്നത് സസൂക്ഷ്മം വീക്ഷിക്കാൻ വന്നിട്ടുള്ള അതെ അതെ. അവരുടെ ഏത് തീരുമാനത്തെയും ഞങ്ങൾ ശിരസാവഹിക്കും. ഓ സോ സ്വീറ്റ്. അപ്പൊ ടീം അച്ഛന്റെ സൈഡിൽ നിന്ന് ഞാൻ സേഫ് ആണ്. അപ്പൊ ടീം ക്യാപ്റ്റൻ തന്നെ മിയെ സേഫ് ആക്കി വിട്ടിരിക്കുകയാണ്. ഇവിടുത്തെ ടീം ക്യാപ്റ്റൻ എന്താ പറയാനുള്ള? ചന്ദ്രിക ചേച്ചിക്ക് എന്താ പറയാനുള്ള? അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ആണ് എന്റെ അഭിപ്രായം. തങ്ക മനസ്സുള്ളവരാണ്. അതെ അതെ അതെ. ഈ മക്കളെ കാണിച്ചിട്ട് നമുക്ക് അറിയില്ല, ചിലപ്പോ അവരിങ്ങനെ വിചാരിക്കണ്ടോ, എന്നാലും ഞങ്ങളുടെ കഴിവ് പുറത്തെടുക്കാൻ മിയ സമ്മതിച്ചില്ലല്ലോ എന്ന് ചില സങ്കടങ്ങളൊക്കെ ഉണ്ടാവും. ഈ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഫാമിലി ആയിട്ട് വന്ന് പെർഫോം ചെയ്യുന്നത്? അതെ. ഈ പരിപാടി അങ്ങ് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഇനി അടുത്ത ദിവസം എല്ലാ ഷൂട്ടിനും ഇതുപോലെ വരാനും പെർഫോം ചെയ്യാനും താല്പര്യപ്പെടുന്നുണ്ടോ? വരൂ. അതേ ഉള്ളൂ. അതേ ഉള്ളൂ. ഫുൾ ഇൻട്രസ്റ്റിലാണ്, 100% ഇൻട്രസ്റ്റിലാണ്. മോൻ പറഞ്ഞേ സ്കൂള് തുറങ്ങുമ്പോ എന്ത് ചെയ്യും? സ്കൂള് കട്ട് ചെയ്തിട്ട് സൂപ്പർ ഫാമിലി വരുമെന്ന്. അതാണ്. എന്താണ് രാജേഷിന് പറയാനുള്ളത്? എന്തോ പറയാൻ വെമ്പി നിൽക്കുന്ന പോലെ. ഇല്ല, അതൊരു മത്സരമാണ്. അപ്പം എന്താന്നുള്ളത് അറിയില്ല. നീ പിന്നെ ബാക്കിലുള്ള ഡയറക്ടർക്കും. അതെ അതെ, അതും കൂടി ഞാൻ നിങ്ങളോട് പറയാണ്. കാരണം നമ്മള് എല്ലാവരും ഇതിന്റെ ഒരു ഷോന്റെ ഭാഗമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അപ്പൊ എല്ലാവരുടെയും ഒരു തീരുമാനം വെച്ചിട്ടേ നമുക്ക് സൂപ്പർ ഫാമിലി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമാണ് 1ാം സ്ഥാനം നമുക്ക് ഒരാളിലേക്ക് എത്തിക്കാനും പറ്റുള്ളൂ. അപ്പം നോക്കാം. അപ്പൊ മിയയുടെ ഇന്നത്തെ നമ്മുടെ ടീം ഹൈറേഞ്ച് ബ്രദേഴ്സും അടിമാലി ബ്രദേഴ്സും തമ്മിലുള്ള മത്സരങ്ങളുടെ ഒരു ഫലമായിട്ട് നമുക്ക് എന്ത് തീരുമാനം എടുക്കാം? സത്യത്തിൽ ഇവരെക്കാളും ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ഞാനാണ്. 2 പെർഫോമൻസും എനിക്ക് ഈക്വലായിട്ട് ഇഷ്ടപ്പെട്ടതാണ്. പക്ഷേ ഒരു മത്സരമാകുമ്പോൾ അവർ പറഞ്ഞ പോലെ തന്നെ 2 പേര് മത്സരിക്കുമ്പോൾ ഒരാളെയാണ് നമുക്ക് അടുത്തൊരു പടിയിലേക്ക് കയറ്റിവിടാൻ പറ്റുള്ളൂ. ഇവിടെ ഞാൻ എന്റെ അധികാരം ഉപയോഗിച്ച് ഞാൻ അങ്ങ് തീരുമാനം എടുക്കുകയാണ്. യു ബോത്ത് ഫാമിലീസ് ആർ ഇൻ. താങ്ക് യു. സൂപ്പർ.